എഫേസ്യ ലേഖനം 4 അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ പുതുക്കം 5 ഭാഗം. ആത്മാവ് സംബന്ധമായ പുതുക്കമെന്നത് മാമോദീസായിലുള്ള വീണ്ടും ജനനത്തെ കുറിക്കുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 6 തിരുവചനം. എന്ന് ക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നതനുസരിച്ച് ആത്മാവിനാലുള്ള ജനനം മാമോദീസയാൽ സംഭവിക്കുവാനാണ് മാമോദീസ വെള്ളത്തിൽ മൂറോൻ പകരുന്നത്. ഈ മാമോദീസ വെള്ളത്തിൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ പരിശുദ്ധ മൂറോൻ ഇതിലൊക്കെ ഞങ്ങൾ ഒഴിക്കുന്നു എന്ന് പ്രാർത്ഥന ഇത് വെളിവാക്കുന്നു. ഇപ്രകാരം വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്ന പുതിയ മനുഷ്യൻ അന്നു മുതൽ ആത്മീകനായിത്തീരുന്നു. ഉണ്മയിൽ അവൻ ജഡമുള്ളവനാണെങ്കിലും അവനിനി ജഡികനോ, പ്രാണനുള്ളവനാണെങ്കിലും പ്രാണമയനോ അല്ല. ആത്മീയനായി തീർന്നതിനാൽ ആത്മമയനാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് 1 കൊരിന്ത്യർ 3:3. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് 1 കൊരിന്ത്യർ 2:14-15 ഓർമ്മിപ്പിക്കുന്നു. മാമോദീസായിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവനും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ പോലെ തേജസ്സുള്ള ശരീരിയായിത്തീരുന്നു. അവൻ ഇതിനാൽ പുതുക്കപ്പെട്ട ശ്രേഷ്ഠനായിത്തീരുവാനുള്ള പ്രാർത്ഥനയും മാമോദീസ വെള്ളത്തിൽ മേൽ നടത്തുന്നു. പ്രകാശപുത്രനായുള്ള പുതിയ ജീവിതം അന്ധകാരത്തെ വിപാടനം ചെയ്യുവാൻ ശക്തിയുള്ളതാണ്. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠാവസ്ഥയെ കണക്കിലെടുത്ത് ജീവിക്കുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതുണ്ട്. അതിന് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം ആവശ്യമാണ്. അത് നിവർത്തിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.